السلام عليكم ورحمة الله. الحمد لله كفى والصلاة والسلام على النبي المصطفى وعلى الشرفاء أما بعد. ഇവിടെ ഞങ്ങൾ ചെറിയ ഒരു ഉസ്താദിൻ്റെ ശിഷ്യന്മാരായ ഒരു പ്രവർത്തകന്മാരാണ്. പ്രസംഗിക്കാൻ വേണ്ടി ഒന്നും വന്നതല്ല. അതിൻ്റെ ഒരു സൂറത്തും കലബിലില്ല. അല്ലിൽ സൂറത്തുൻ ഇന്ദൽ അക്കലി എന്നാണ്. ഒക്കെ എൻ്റെ അക്കലിൽ അങ്ങനെ ഒരു സൂറത്തില്ല. എന്നാലും വേണ്ടപ്പെട്ട ജാമ്യയും മാന്യമായുള്ള പ്രസംഗങ്ങൾ സക്കാവിഷ അടക്കമുള്ള ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും പ്രസിഡന്റ് ഉസ്താദുകളും ജിഎംഉസൊക്കെ ഇവിടെ പ്രസംഗിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് ഫെറൂദ് ഉസ്താദിൻ്റെ പ്രസംഗവും അതിൻ്റെ ശേഷം മഹാനാസി തങ്ങളവറുകളുടെ സമാപന പ്രസംഗവും അവിടുത്തെ ദുആയുമാണ്. നമ്മുടെ എല്ലാ ഓരോ പ്രവർത്തനം ഇവിടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദുകൾ മഹാനവറുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരേ ഉസ്താദാണ് എനിക്കുള്ളത്. വൈറുസാദ് ഉസ്താദി വത്തൂലു സമാനി. ഒരേ ഉസ്താദിൻ്റെ ദീർഘകാലം 10-12 വർഷത്തോളം പഠിച്ച് അവസാനം ഒരു കൊല്ലം എന്നെ കോളേജിലേക്ക് ഉസ്താദുകൾ അയക്കുന്നുണ്ട് അവിടുത്തെ വരുത്തത്തോടു കൂടി. നമ്മൾക്കുള്ള ഈ പ്രവർത്തനം, ഈ ചലനങ്ങളും ഈ ഓടി നടക്കലും ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള അവിടുത്തെ മക്കളും ശിഷ്യന്മാരും പ്രവർത്തകന്മാരും മുഹിബ്ബുകളെല്ലാം മഹാനായ ഷെയ്ഖ് ഉസ്താദുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ കണ്ണോ അവിടുത്തെ കയ്യോ അവിടുത്തെ കാലോ ഒന്നും ചലിക്കുന്നില്ലെങ്കിലും അവിടുത്തെ ആത്മാവ് ഇന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്റ്റേജിൽ ഒരുപാട് ഉസ്താദിനെ മുഹിബ്ബിങ്ങൾ ബഹുമാനിക്കുന്ന, സഹായിക്കുന്ന, സൽക്കരിക്കുന്ന, സ്നേഹിക്കുന്ന ഒരുപാട് ഉമറാക്കളും ഈ സ്റ്റേജിലുണ്ട്, എനും വരാനുമുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖൈറും റാഹത്തും സന്തോഷം നൽകുമാറാകട്ടെ. മഹാനായ ഉസ്താദുകൾ ഈ ലോകത്ത് ഔലിയാക്കന്മാരുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പണ്ഡിതന്മാരാണ്. നമ്മളെ 10 വിരലിന് ഒരു 12, 13 മൊയിരമോ അല്ലെങ്കിൽ കുറെ പച്ച തട്ടയിട്ടത് കൊണ്ട് ഒലി എന്ന് പറയാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഒരു ഒലി ഉണ്ടെങ്കിൽ അതാരാണ്? അത് അള്ളാഹുവിൻ്റെ പണ്ഡിതന്മാരാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയ. അംബിയാക്കന്മാർ ഇവിടെ ഔലിയ അല്ലെങ്കിൽ ഇവിടെ ഒരു ഒലിയും ഇല്ല എന്നതാണ്. അപ്പൊ അവർ അനന്തരവകാശികളാണ് പണ്ഡിതന്മാർ. പക്ഷെ നമ്മൾക്കറിയില്ല. ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയു. ഒരു വലിനെ അറിയുന്നത് ഒരു വലി തന്നെയാണ്. കാരണം ഒരു വലിയന്റെ മാനദണ്ഡം എന്താണ്? അത് മുത്തഖിയാവണം. ഇൻ ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ. മുത്തഖിങ്ങളല്ലാതെ വലിയാവാൻ പറ്റൂല. എന്നാൽ ആ മുത്തഖി ആരാണ്? ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിൽ ഉലമാ. മുത്തഖിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ഭയപ്പെട്ട് നടക്കുന്നവർ അല്ലാഹുവിന്റെ പണ്ഡിതന്മാരാണ്. അപ്പൊ അവർ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരായതുകൊണ്ട് തന്നെ ആ പണ്ഡിതന്മാർ ഈ ലോകത്തിനെ അവർ ആശിച്ചില്ല. അവർക്ക് ആഖിറമാണ് വിജയിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ഉസ്താദിന്റെ മരണം മുതൽ ഇന്ന് വരെ അല്ലെങ്കിൽ ഈ പരിപാടി നടക്കുന്ന ഈ സമയത്തൊക്കെ ആ ചാരത്ത് നിൽക്കുന്ന തഹ്ലീലുകൾ എത്രയാണ്, ഖുർആനും ഇഖ്ലാസും യാസീനും ദുആകളും എത്രയാണ്. നേരെ മറിച്ചു അതുപോലത്തെ ഈ ഇന്ത്യയെ ഭരിച്ച ഒരു രാഷ്ട്രപതിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രത്തിന്റെ സദ്ദാം ഹുസൈൻ പോലത്തെ, ഖദാഫി പോലത്തെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രപതിയെ അബ്ദുൽ കലാം ആസാദ് വിജ്ഞാനി പോലത്തവർ ആരാണ് അനുസ്മരിക്കുന്നത്? അവർക്ക് എവിടെയാണ് ഒരു ഫാത്തിഹ കിട്ടാൻ പോകുന്നത്? നേരെ മറിച്ച് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആവാതെ, ഒരു ഭൗതിക വിദ്യയോട് ഒരു താല്പര്യമില്ലാത്ത ആ പണ്ഡിതന്മാർ, താജുൽ ഉലമാ ഉസ്താദ് അടക്കമുള്ള, MA ഉസ്താദ് അടക്കമുള്ള, PA ഉസ്താദ് അടക്കമുള്ള ആ പണ്ഡിത മഹത്തുക്കൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? പ്രവാചകൻ പറഞ്ഞു, അൽ ഖയ്യിസു മൻ ദാന നഫ്സഹു ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാനാരാണ്, ചിന്തകനാരാണ്? അവൻ ഈ ലോകത്ത് മൊബൈൽ കണ്ടുപിടിച്ചവനല്ല, റേഡിയോ കണ്ടുപിടിച്ചവനല്ല, ചന്ദ്രലോകത്തേക്ക് പോയവനല്ല. ഈ ലോകത്ത് ഏറ്റവും വലിയ ബുദ്ധിമാനൻ, ചിന്തകൻ, അഭിമാനമുള്ളവൻ, ഭാഗ്യമുള്ളവൻ. അതായത് നാളെ ആഖിറത്തിൽ മാന്താന നഫ്സു ലിമാ ബഅദൽ മൗത്ത്. മരണത്തിന്റെ ശേഷം അവനിക്ക് എന്ത് കിട്ടാൻ പോകുന്നുണ്ടോ അവനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതല്ലേ ഇവിടെ നടക്കാൻ പോകുന്നത്. ആ പണ്ഡിത സദാത്തുകൾ അവിടുത്തെ ദർസ് കാലത്ത് എത്ര തവാളുവായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് പോലത്തവർക്ക്. അവിടുത്തെ ദർസ് പഠിക്കുന്ന കാലത്ത് പഴയ പള്ളിയായിരുന്നു സിൽവയിലുണ്ടായിരുന്നത്. ചില സൗകര്യമില്ലാത്ത ഒരു ഗ്രാമീണ പ്രദേശമായിരുന്നു. മഞ്ച് വരെ നടന്നു പോകുമായിരുന്നു. ഇന്ന് എന്നെ പോലത്തവർക്കും മുതഅല്ലിമുകൾക്ക് പോലും വണ്ടിയുണ്ട്, ബൈക്കുണ്ട്, കാറുണ്ട്. എങ്കിലും മരണം വരെ ഒരു വണ്ടി പോലും എടുത്തില്ല. പക്ഷേ കഴിയാതെയല്ല, അത് എത്ര ആൾക്കാരെ പറഞ്ഞാലും എടുത്തു കൊടുക്കുമായിരുന്നു. പക്ഷേ മന്തവാളില്ല. അവിടുത്തെ തവാളോടെയുള്ള അവിടുത്തെ നല്ല ആ തവാള ആണ്, അവിടുത്തെ നല്ല സ്വഭാവമാണ്. ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഉസ്താദന്മാരെ, ശിഷ്യന്മാരെ അവിടെ നിന്ന് നോക്കിയത്.
തൻ്റെ സ്വന്തം മക്കളെ പോലെയല്ല, അതിനേക്കാളും ഉയർന്ന ആലയിൽ എന്ന് പറയാൻ പറ്റും. എവിടേക്ക് പോയാലും അതിനോ മറ്റു പോയാലും അവിടുത്തെ പുതികൾ കൊണ്ടുവരും. അത് രാത്രി ഉറങ്ങുകയാണെങ്കിൽ വൈകുന്നേരം വിളിച്ച് നിങ്ങൾ ഓരോ പേര് വിളിച്ച് തരുമായിരുന്നു. ഭക്ഷണമില്ലെങ്കിൽ സ്വന്തം മതാവാട്ടിലേക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. അന്ന് ഒരു ബസ് ഇല്ലാത്ത ഒരു സമയത്ത് അവിടെ നിന്ന് കലി ദർസിന് വേണ്ടിയോ മാത്രം പള്ളി ദർസിൽ ഒതുങ്ങി നിന്നവരല്ല, ഈ നാട്ടിന് വേണ്ടി, ഈ സുരുവിൽ പ്രദേശത്തിനു വേണ്ടി നല്ല പുരോഗതി ഉണ്ടാക്കിയവരാണ്. അന്ന് ബസ് ഉണ്ടായിരുന്നില്ല അവിടെ. പക്ഷേ ബസ്സിന് ആ ലൈനിൽ ആള് കിട്ടൂല എന്ന് പറഞ്ഞ് ഈ ബസ്സിനെ അവർ സ്റ്റോപ്പാക്കിയപ്പോൾ മുത്തല്ലിമിനെ കൊണ്ട് പൈസ കൊടുത്ത് അവിടെ നിർത്തി കയറിപ്പിച്ചു. ഉസ്താദുകൾ കയറാൻ പറഞ്ഞു, ഇന്ന സ്ഥലത്തേക്ക് ഇറങ്ങാനും പറഞ്ഞു. രണ്ടാമത് കയറി സുരുവിലേക്ക് വരാനുള്ള പൈസ കൊടുത്തു. എന്തിന്? ആളുണ്ടാകണം, ബസ് ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഈ ഗ്രാമീണ പ്രദേശമായ സുരുവിലെ നാട്ടിന് വേണ്ടി പുരോഗതി ഉണ്ടാക്കാൻ ശ്രമിച്ച ആ മഹാശേഖറുകൾ നമ്മുടെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ അതാ നമ്മളെ അവർ പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ മഹാനവറുകളെ പൊരുത്തവും കുരുത്തവും താണും തണലും നമ്മൾക്ക് നൽകുമാറാകട്ടെ. മഹാനവറുകൾ നമുക്ക് എന്ത് പറഞ്ഞു തരുന്നുണ്ടോ ആ പഠിക്കുന്ന കാലത്തൊക്കെ നെഹബുകളും അതാ ഫിഖഹുകളും നന്നായി പഠിപ്പിച്ച് ഓരോ അർഫിനെ പറയുന്നു, ഹുദുൽ അർഫ അൽഫൻ അൽഫ. ഓരോ അർഫിനെ 1000 പ്രാവശ്യം പിടിക്കണം. ഒരു അർഫ് ഒരു ലഫ്ദ് കണ്ടാൽ അത് മുഹ്റബാണോ അത് മബ്നിയാണോ അത് എന്താണ് തർക്കീബ് എന്നൊക്കെ നോക്കി പറയാണ്ട് വിടുകയില്ല. ഓരോ ഹുക്കുമുകളും ബൈത്തിൽ കൂടി പറയണമെന്ന് പറഞ്ഞ് നെഹ്വിൻ്റെയും ഫിഖഹിൻ്റെയും നല്ലപോലെ പഠിപ്പിച്ചു തരുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല മഹാനവറുകളെ ബർക്കത്തുണ്ട് നമ്മൾക്ക്. അല്ലാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. ഇതിന് നേരെ ഉച്ചക്ക് മുതൽ തന്നെ സന്തൽമേറകെ കൊണ്ടുവന്നവരും സഹായിച്ചവർ, സൽക്കരിച്ചവർ, പ്രവർത്തിച്ചവർ, നാട്ടുകാരെ, വിദേശികൾ, ചെറുപ്പക്കാർ എല്ലാവർക്കും അല്ലാഹു ഉസ്താദിന്റെ പൊരുത്തം സമ്പാദിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മാത്രം പറഞ്ഞ് ആശംസ എല്ലാ നേരിൽ ആശംസ നേരിട്ടുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.